പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന വചനം അപ്പസ്തോല പ്രവർത്തനം 16:6 മുതൽ. അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസിനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കൽ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലോകത്തെ തലകീഴ് മറിക്കുന്ന ഈ മനുഷ്യർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു. ലോകത്തെ തലകീഴ് മറിച്ച ഈ മനുഷ്യർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു. ഈ പറയുന്നത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലനെയും അനുയായികളെയും കുറിച്ചാണ്. അവർ ജാസിന്റെ വീട്ടിലുണ്ടെന്ന് കരുതി അവൻ്റെ ശത്രുക്കൾ അവിടെ വന്ന് അവനെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുകയും അവനവിടെ ഇല്ല എന്ന് കണ്ടപ്പോൾ ജാസനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കൽ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലോകത്തെ തലകീഴ്മറിച്ച ഈ മനുഷ്യർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു. ക്രിസ്തു തന്നെ അന്നത്തെ ലോകത്തെ തലകീഴ്മറിച്ച ഒരാളാണ്. അന്നത്തെ നിയമാധിഷ്ഠിതമായ പ്രഹസനപരമായ ജീവിതത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് വെള്ളപൂശിയ കുഴിമാടങ്ങളെ, അതുപോലെ പാത്രത്തിൻ്റെ പുറം മാത്രം വൃത്തിയാക്കിയാൽ പോരാ, അകവും വൃത്തിയാക്കണം. ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒന്നും അവനെ അശുദ്ധനാക്കുന്നില്ല. അവനെ അശുദ്ധനാക്കുന്നത് അവനിൽ നിന്ന്, അവൻ്റെ അകത്തു നിന്ന് വരുന്ന അവൻ്റെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളുമൊക്കെയാണ് അവനെ അശുദ്ധനാക്കുന്നത്. സാപത്തിൽ കർത്താവ് സാപത്തിൻ്റെയും കർത്താവാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നേതാവാകണമെങ്കിൽ ആദ്യം എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. ദൈവം പാപികളെ തേടിയാണ് വന്നത്. പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ആദ്യം നിങ്ങളുടെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുത്തു മാറ്റാൻ വെളിച്ചം ലഭിക്കും. അതുപോലെ വ്യഭിചാരത്തിലൊക്കെ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ പോകുമ്പോൾ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. പിന്നെ ദേവാലയത്തിലേക്ക് കയറി ദേവാലയ ശുദ്ധീകരണം, പുരോഹിത പ്രമാണിമാരെയൊക്കെ വിമർശിക്കൽ, ഇങ്ങനെ അത്ഭുത പ്രവൃത്തികൾ, ഇങ്ങനെ അന്നത്തെ ലോകത്തെ കീഴ്മേൽ മറിച്ച ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ അനുയായികൾ, അപ്പസ്തോലന്മാർ, വിശുദ്ധ പൗലോസ് അതിനേക്കാട്ടിലും കൂടുതൽ ഒരു വിപ്ലവകാരിയുടെ പോലെയായിരുന്നു. അന്നത്തെ അവസ്ഥകളെ ചോദ്യം ചെയ്തുകൊണ്ട് ലോകത്തിൽ നിറഞ്ഞു തുള്ളിയ വ്യക്തിത്വങ്ങളായിരുന്നു വിശുദ്ധ പൗലോസും വിശുദ്ധ സീലാസും, പൗലോസിൻ്റെ കൂടെ നടന്നിരുന്നവരെല്ലാം. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിനെ കീഴ്മേൽ മറിച്ചവർ, അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നിരവധി പ്രാവശ്യം പൗലോസ് ബന്ധിക്കപ്പെടുന്നു. പൗലോസ് നിരവധി പ്രാവശ്യം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു. അങ്ങനെ തടവറയിൽ അത്ഭുതം നടക്കുന്നു. തടവറയിൽ പൗലോസും സീലാസും ബന്ധനസ്ഥനായി അടിയിടിയൊക്കെ കൊണ്ട് അവശനായി കാരാഗൃഹത്തിൽ കിടന്നുറങ്ങുകയായിരുന്നില്ല. പാതിരാത്രി അവരിരുന്ന് പ്രാർത്ഥിക്കും, ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് വേണ്ടി പീഡകൾ സഹിക്കാൻ സാധിക്കുന്നതിന് ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരെ തടവറയിൽ നിന്ന് രക്ഷിക്കുന്നത്. പിന്നെയും ന്യായാസനത്തിന് മുമ്പിൽ പോകുന്നു.
പിന്നെ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളല്ലെന്നൊക്കെ പറയുന്നു. നിങ്ങൾ വിഗ്രഹാരാധന നടത്തരുത്. ഈ കൈകൊണ്ടൊക്കെ ഉണ്ടാക്കിയ പ്രതിമകളും ബിംബങ്ങളും ഒക്കെ വെറുതെ ഒന്നിനും കൊള്ളില്ല. അവർ ജീവിക്കുന്ന ദൈവമൊന്നുമല്ല, മനുഷ്യന്റെ കരവേലയാണെന്നൊക്കെ പറഞ്ഞ് അന്ന് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ബിംബങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഈ വെള്ളി ബിംബങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുടെ പണി പോകുന്നു, പണി കുറയുന്നു. അപ്പൊ അവര് വെള്ളിപ്പണിക്കാരുടെ ലഹള പൗലോസിനെ വീണ്ടും ബന്ധിക്കുന്നു. എന്നിട്ടും പൗലോസ് ഉച്ചത്തിൽ അവൻ്റെ മാനസാന്തര കഥ പലവട്ടം ജനങ്ങളെ അറിയിക്കുന്നു. പിന്നെ ഫെലിക്സിന്റെ തടങ്കലിൽ, അഗ്രിപ്പായുടെ മുമ്പിൽ, പിന്നെ കൊടുങ്കാറ്റും കപ്പൽ നാശവും, കപ്പൽ മുങ്ങിപ്പോയി, അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം കർത്താവ് അന്നത്തെ ലോകത്തെ കീഴ്മേൽ മറിച്ചു, പിന്നെ അപ്പസ്തോലന്മാർ അന്നത്തെ ലോകത്തെ കീഴ്മേൽ മറിച്ചു. എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി എന്താണ്? നമ്മൾ എപ്രകാരമാണ് ലോകത്തെ കീഴ്മേൽ മറിച്ചത്? അത് മറിക്കുമോ? മറിക്കാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? അത് ഭയങ്കര സേഫായിട്ട് ഇങ്ങനെ ഒരു അക്സെപ്റ്റബിൾ ലെവലിൽ ക്രിസ്ത്യാനിറ്റി പറഞ്ഞ് അങ്ങോട്ട് വെറുതെ സാധാരണ മനുഷ്യരായി തീർന്നു പോകാനുള്ളതാണോ നമ്മുടെ ജീവിതം? ഇവരൊക്കെ കത്തിപ്പടർന്ന ക്രിസ്ത്യാനികളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് തോന്നിയത്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? വാട്ട് ആം ഐ ഡൂയിങ് ആസ് എ ക്രിസ്ത്യൻ? 4 പേര് കൂടി നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് ഒരേ ഒരു ജീവിക്കുന്ന ദൈവം എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം പോലുമില്ല. നാനാ മതസ്ഥർ ഇരിക്കുന്ന സദസ്സുകളിൽ അവിടെ നമ്മൾ ദൈവം, സർവശക്തനായ ദൈവം എന്നൊക്കെ പറഞ്ഞ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു ഗ്രൂപ്പിൽ പല മതക്കാരൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവാണ് ഒരേ ഒരു ജീവിക്കുന്ന ദൈവം എന്ന് അസന്നിഗ്ധമായൊന്നും ഞാൻ പറയാറില്ല. ആ റിസ്ക് ഞാൻ എടുക്കാറില്ല. അതിന് പകരം ഒരു സെക്യുലർ നിലപാടുകളൊക്കെ എടുത്ത് എല്ലാവരുടെയും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്തു അനുയായി ആയിക്കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാരൂപിയാൽ നിറയും. നമുക്ക് പാപങ്ങളെ വർജിക്കാൻ സാധിക്കും. നമ്മൾ തിന്മ ചെയ്യാതിരിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ ചെയ്യാതിരിക്കുന്ന പ്രവൃത്തികൾ, ചെയ്യാതിരുന്ന നന്മ, ചെയ്യാതിരുന്ന സുകൃതങ്ങൾ, ചെയ്യാതിരുന്ന ഏറ്റുപറച്ചിലുകൾ, പ്രവർത്തിക്കാതിരുന്ന ക്രിസ്ത്യൻ ഓപ്പർച്യൂണിറ്റീസ്, അതും പാപമാകും. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് പാപം ചെയ്യാതിരുന്നാലൊക്കെ ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ നമ്മൾ വിശ്വാസത്തിൽ പുരോഗമിക്കുമ്പോൾ ചെയ്യാതിരുന്ന വചനപ്രഘോഷണങ്ങളും ചെയ്യാതിരുന്ന വചനാധിഷ്ഠിതമായ പ്രവൃത്തികളും ചെയ്യാതിരുന്ന ഏറ്റുപറച്ചിലുകളും അതെല്ലാം നമുക്കെതിരെ പരിഗണിക്കപ്പെടും. നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ തീഷ്ണതയുള്ളവരാകാം. ഒട്ടും ഡിപ്ലോമാറ്റിക് ആകാതെ ഇരിക്കാം. മറ്റുള്ളവരെ വേദനിപ്പിക്കൊന്നും വേണ്ട. പക്ഷേ
യേശുക്രിസ്തു മാത്രമാണോ ജീവിക്കുന്ന ദൈവം എന്ന് ഒരു ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നാൽ അസന്നിഗ്ധമായി ഇതാണ് എൻ്റെ നിലപാട്, യേശുക്രിസ്തു മാത്രമാണ് ജീവിക്കുന്ന ദൈവം എന്ന് ഏറ്റുപറയുവാനുള്ള സത്യസന്ധതയും ഒരു കമ്മിറ്റ്മെൻറ്റും കൺവിക്ഷനും ഒക്കെ നമുക്കുണ്ടാകട്ടെ. കൂടുതൽ തീഷ്ണതയോടെ തീപിടിച്ച ക്രിസ്തു അനുയായികളാകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവും അപ്പസ്തോലന്മാരും വിശുദ്ധന്മാരുമെല്ലാം ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്തതുപോലെ നമുക്കും ഈ ലോകത്തിൽ ഒരു ക്രിസ്ത്യൻ ഇമ്പാക്റ്റ്, ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റൊലി, ക്രിസ്തുവിനാൽ പ്രചോദിതമായ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ഈ ലോകത്തിന്, പ്രക്ഷുബ്ധമായിട്ടുള്ള ഈ ലോകത്തിന് കൊടുത്ത് പോകുവാൻ നമുക്ക് അതിനുള്ള ധൈര്യവും കൃപയും കഴിവും ധീരതയും എല്ലാം സർവേശ്വരൻ നൽകട്ടെ. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. എവിടെയായാലും എപ്പോഴായാലും യേശു ക്രിസ്തു മാത്രമാണ് ജീവിക്കുന്ന ദൈവം. വിഗ്രഹാരാധന പാടില്ല എന്ന ഒരു നിലപാട് മുഖം നോക്കാതെ വിളിച്ചു പറയുവാനുള്ള ഒരു സത്യസന്ധത ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇത് അന്യമതസ്ഥരുടെ ഇടയിലൊന്നും അല്ല കേട്ടോ. നമ്മുടെ തന്നെ പള്ളികളിലും നമ്മൾ കാണും വിഗ്രഹാരാധന. പല രൂപത്തിൽ നമ്മൾ കാണും. കർത്താവിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൊടുക്കുന്നത് നമ്മൾ കാണും. രൂപങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ പൂജിച്ച് അതിനെ ന്യായീകരിക്കാൻ പല വ്യാഖ്യാനങ്ങളും ഒക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണും. ചോദിക്കപ്പെടേണ്ടത്, ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. യേശുക്രിസ്തു മാത്രമാണ് ജീവിക്കുന്ന ദൈവം. അവൻ ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും ദൈവമാണ്. അവനിലൂടെ മാത്രമേ സ്വർഗം ലഭ്യമാവുകയുള്ളൂ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.